ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായ രേഖാചിത്രം എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ഒരു പഴയ കാലഘട്ടം കാണിച്ചുകൊണ്ടാണ്. ഒരു കുട്ടി പയ്യൻ തന്റെ ഒരു കൂട്ടുകാരൻ ചേട്ടന്റെ അടുത്ത് വന്ന്, ചേട്ടാ, എന്റെ അച്ഛൻ ഇന്നലെ സിനിമയിൽ അഭിനയിച്ചല്ലോ എന്ന് പറയുന്നു. അതിനാ കൂട്ടുകാരൻ ചേട്ടൻ, ഒന്ന് പോയേടാവേ എന്ന് പറയുന്നു. അതിനാ പയ്യൻ, സത്യമാണ് ചേട്ടാ, ഞാൻ കണ്ടതാണ് എന്ന് പറയുന്നു. അതിനാ ചേട്ടൻ, അതിന് നീ എന്താ കണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സീൻ കട്ടായി തലേദിവസം രാത്രിയിൽ ആ പയ്യന്റെ അച്ഛനും വേറെ 3 പേരും ചേർന്ന് ഒരു പെൺകുട്ടിയുടെ ശവശരീരം ഒരു പായിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്നതായി കാണിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി 2024 കാണിക്കുന്നു. നമ്മുടെ ഈ സിനിമയിലെ നായകൻ വിവേകും വിവേകിന്റെ അച്ഛൻ ഗോപിനാഥും ചേർന്ന് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിവേക് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ആളത്ര നിസ്സാരക്കാരനാണെന്ന് കരുതേണ്ട. വിവേക് ഒരു CI ആണ്. പക്ഷേ ഇപ്പോൾ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കാൻ കാരണം എന്തെന്നല്ലേ? അതായത് ഡ്യൂട്ടി സമയത്ത് ഓൺലൈൻ റമ്മി കളിച്ചതിനാൽ സസ്പെൻഷനിലാണ് വിവേക്. വിവേകിന്റെ ഈ വാർത്ത പത്രത്തിൽ കൊടുത്തതാരാണെന്നല്ലേ? അത് വിവേകിന്റെ തന്നെ കാമുകി ഫാമയാണ്. ഫാമ ഒരു പത്രപ്രവർത്തകയാണ്. വിവേകിന് സസ്പെൻഷൻ കിട്ടിയതിൽ അച്ഛൻ ഗോപിനാഥിന് അത്ര വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ വിവേകിനെ റമ്മി കളിക്കാൻ പഠിപ്പിച്ചത് വിവേകിന്റെ അച്ഛൻ ഗോപിനാഥ് തന്നെയാണ്. അങ്ങനെ വിവേക് സസ്പെൻഷൻ എല്ലാം അടിച്ചുപൊളിച്ച് ആഘോഷിച്ചതിന് ശേഷം തിരികെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോഴാണ് SP യാസിൻ വിവേകിനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ചാലക്കുടിയിലുള്ള മലക്കപ്പാറ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. എന്നാൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകിയല്ലാത്ത മലക്കപ്പാറ സ്റ്റേഷനിലേക്ക് നമ്മുടെ വിവേക് വരുന്നതിനോടൊപ്പം തന്നെ ഒരു വലിയ അനുഭവവും വിവേകിനോടൊപ്പം മലക്കപ്പാറ സ്റ്റേഷൻ പരിധിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതെന്താണെന്നാൽ അപ്പോൾ സീൻ കട്ടായി രാജേന്ദ്രൻ എന്ന ഒരാളെ കാണിക്കുന്നു. രാജേന്ദ്രൻ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വെള്ളമടികാരനായിരുന്നു. അടിച്ചടിച്ച് കരളൊക്കെ പോയിട്ടും ഒരു തവണ കരളൊക്കെ മാറ്റി വെച്ചതാണ്. എങ്കിലും കള്ളുകുടിയുടെ കാര്യത്തിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ രാജേന്ദ്രൻ കയ്യിൽ ഒരു കുപ്പിയുമായി തന്റെ ഡ്രൈവറെയും കൂട്ടി മലക്കപ്പാറ സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു കാടിനടുത്തെത്തി. എന്നിട്ട് ഡ്രൈവറിനോട് വണ്ടിയിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് രാജേന്ദ്രൻ ആ കാടിനകത്തുള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നു. എന്നിട്ട് രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന്, ഞാനിപ്പോൾ ഈ കാട്ടിൽ വന്ന് എന്താ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. വേറെ ഒന്നുമല്ല, പണത്തിന്റെ പിന്നാലെ പോയി സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുത്തിയ എന്നെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് പണമുണ്ടാക്കി, പക്ഷേ ഒരു കാര്യവുമില്ല. അതിനെല്ലാം ഒരു കാരണവുമുണ്ട്. ചോര പുരണ്ട കാശിൽ നിന്നുമാണ് തുടക്കം. അപ്പോൾ സീൻ കട്ടായി സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച 4 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന ആ സീൻ കാണിക്കുന്നു. ഒപ്പം രാജേന്ദ്രൻ പറഞ്ഞു, 1985 ഞാനും ആലിസ് ജുവലറിയുടെ ഉടമസ്ഥൻ വിൻസെന്റും പിന്നെ ഫ്രാൻസിസ് തർത്തിൽ എന്നൊരാളും ചേർന്ന് ഇവിടെ വന്നു. ഞങ്ങളുടെ കയ്യിൽ പായിൽ പൊതിഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരാ ഏതാ എന്നൊന്നും അറിയാത്ത ഒരു 10-18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. എവിടെ നിന്നോ വന്നത്. ആ പെൺകുട്ടിയുടെ ജീവിതം അവിടെ അവസാനിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. എല്ലാം തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കട്ടെ എന്ന് കരുതിയാണ് ഇവിടെ വന്നത്. അതായത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ മരച്ചുവട്ടിലാണ് അന്ന് ഞങ്ങൾ ആ പെൺകുട്ടിയെ കുഴിച്ചിട്ടത്. ഇതെല്ലാം എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇതുവരെ ഇതൊന്നും പുറത്തു വന്നില്ല. ഇനി വരും എന്നും പറഞ്ഞ് രാജേന്ദ്രൻ തന്റെ കയ്യിലിരുന്ന തോക്കുകൊണ്ട് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്നു. ആ വെടിവെച്ച് കേട്ട് രാജേന്ദ്രന്റെ ഡ്രൈവർ രാജേട്ട എന്നും വിളിച്ച് അവിടേക്ക് ഓടി വരുന്നു. അങ്ങനെ സീൻ കട്ടായും അവിടെ പോലീസുകാരും ഫോറൻസിക്കാരും വന്ന് തെളിവെടുപ്പ് നടത്തുന്നതായി കാണിക്കുന്നു. രാജേന്ദ്രൻ മരിച്ചത് ഫേസ്ബുക്ക് ലൈവിനിടെയായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ധാരാളം നാട്ടുകാരും ചാനലുകാരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് വിവേകിന്റെ കൂട്ടുകാരൻ DYSP മോഹൻദാസും വന്നു. മോഹൻദാസ് വിവേകിനോട് പറഞ്ഞു, എന്തായാലും നീ ഡ്യൂട്ടിക്ക് കയറിയ ദിവസം കൊള്ളാം. ആ റമ്മികളി കൊണ്ട് നീ ഇപ്പോ കേരളത്തിൽ മാത്രമേ ഫേമസ് ആയിട്ടുള്ളൂ. ആ മരിച്ച രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ഇനി ഇവിടെ നിന്ന് സ്കെൽട്ടൻ എങ്ങാനും കിട്ടിയാൽ ഈ ഇന്ത്യ മുഴുവനും നീ ഫേമസ് ആകും. എന്തെന്നാൽ അയാൾ പറഞ്ഞ കൂട്ടത്തിൽ ആലിസ് ജുവലറിയുടെ ഉടമസ്ഥൻ ആലിസ് വിൻസെന്റും ഉണ്ട്. അങ്ങനെ SP യാസിനും അവിടേക്ക് വന്നു. SP യാസിൻ വിവേകിനെ നോക്കുന്നത് കണ്ടപ്പോൾ ഇത്ര നാളും ഒരു കുഴപ്പവുമില്ലാതെ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്റ്റേഷൻ പരിധിയിൽ ഈ എണ്ണം കെട്ടവൻ കാല് കുത്തിയപ്പോൾ തന്നെ നാഷണൽ ലെവൽ ഇഷ്യൂ ആണല്ലോ ദൈവമേ വന്നത് എന്നാണ് അർത്ഥമെന്ന് തോന്നുന്നു. SP അവരോട് പറഞ്ഞു, എന്തായാലും അവിടെ കുഴിക്കാനുള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സീൻ കട്ടായും ഒരു വലിയ ബംഗ്ലാവ് കാണിക്കുന്നു. അത് ഇപ്പോൾ പറഞ്ഞ ആലിസ് ജുവലറിയുടെ MD ആലിസ് വിൻസെന്റിന്റെ വീടായിരുന്നു. വിൻസെന്റിനെ കണ്ടിട്ട് ആളൊരു പാവമാണെന്ന് തോന്നുന്നു. എന്തെന്നാൽ അയാളുടെ ഭാര്യയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കാരണം ഒന്നനങ്ങാൻ പോലും കഴിയാതെ കിടന്നിരുന്ന തന്റെ ഭാര്യ ആലിസിനെ അത്ര കെയറോടെയും സ്നേഹത്തോടെയും കൂടിയാണ് വിൻസെന്റ് പരിപാലിക്കുന്നത്. അങ്ങനെ സീൻ കട്ടായി രാജേന്ദ്രൻ അസ്ഥികൂടമുണ്ടെന്ന് പറഞ്ഞ ആ സ്ഥലം കുഴിക്കുന്നതായി കാണിക്കുന്നു. അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങളും പത്രക്കാരുമെല്ലാം വളരെയധികം ആകാംക്ഷയോടെയാണ് അത് നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ വിവേക് മാത്രം ആകാംക്ഷയേക്കാൾ കൂടുതൽ ആവേശത്തിലായിരുന്നു. എന്തെന്നാൽ ആ റമ്മികൾ കേസിന്റെ ക്ഷീണം മാറ്റാൻ പറ്റിയ ഒരു കേസാണ് ഇപ്പോൾ വിവേകിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ
രാജേന്ദ്രൻ പറഞ്ഞ ആ സ്കെൽറ്റൻ അവർക്ക് അവിടെ നിന്നും കിട്ടി, ഒപ്പം ഒരു കൊലുസും. അങ്ങനെ അവിടെ നിന്നും കിട്ടിയ ആ കൊലുസും സ്കെൽറ്റനും എല്ലാം ഡോക്ടർ സാജന്റെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് ലാബിലേക്ക് മാറ്റുന്നു. ഡോക്ടർ സാജൻ അവരോട് പറഞ്ഞു, ഇത് രാജേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ലേഡിയുടെ സ്കെൽറ്റൻ തന്നെയാണ്, പക്ഷേ ഇതിന്റെ ഏജും ബാക്കി ഡീറ്റെയിൽസും എല്ലാം കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും. ഡിവൈഎസ്പി മോഹൻദാസ് വിവേകിനോട് പറഞ്ഞു, ഈ അന്വേഷണത്തിന്റെ ചുമതല എനിക്കാണ്. നിന്റെ ഇന്നത്തെ ആവേശമെല്ലാം കണ്ടിട്ട് SP നിന്നെ ടീമിലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ വിവേകിന് വളരെയധികം സന്തോഷമായി. എന്തെന്നാൽ ഈ കേസ് കൊണ്ട് തന്റെ ചീത്തപ്പേര് മാറ്റിയെടുക്കാമല്ലോ. അങ്ങനെ സീൻ കട്ടായി CI വിവേക് രാജേന്ദ്രനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്നതായി കാണിക്കുന്നു. അതിൽ രാജേന്ദ്രന്റെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെന്നും അയാൾക്കൊരു മകൻ ഉണ്ടായിരുന്നെന്നും എന്നാൽ മകനുമായി യാതൊരു കോണ്ടാക്ട്സും രാജേന്ദ്രൻ ഇല്ലായിരുന്നു എന്നും പോരാത്തതിന് രാജേന്ദ്രൻ ഒരു മുഴുക്കുടിയനായിരുന്നെന്നും ഒരിക്കൽ കരളെല്ലാം മാറ്റിവെച്ചതാണെന്നുമെല്ലാം വിവേക് മനസ്സിലാക്കുന്നു. അങ്ങനെ രാജേന്ദ്രനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളെല്ലാം കിട്ടിയതിനു ശേഷം വിവേക് രാജേന്ദ്രൻ പറഞ്ഞ അവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ഫ്രാൻസിസ് തർത്തിൽമാരെയും കാണാൻ പോകുന്നു. അങ്ങനെ ഫ്രാൻസിസ് തർത്തിലെ തപ്പി ധാരാളം ഫ്രാൻസിസ്മാരുടെ അടുത്ത് പോയെങ്കിലും ഒറിജിനൽ ഫ്രാൻസിസിനെ കണ്ടെത്താൻ വിവേകിന് കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം വിവേക് തപ്പി ഒരു ഫ്രാൻസിസ് തർത്തിന്റെ വീട്ടിലെത്തി. എന്നാൽ അവിടെ ഫ്രാൻസിസിന്റെ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രാൻസിസിന്റെ മകൻ അവരോട് അച്ഛൻ അങ്കമാലിയിൽ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഫ്രാൻസിസ് തർത്തിലിനെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവർ അടുത്തതായി ആ സ്കെൽറ്റനിൽ നിന്നും കിട്ടിയ കൊലുസുമായി 1985 കാലഘട്ടങ്ങളിൽ മിസ്സായ പെൺകുട്ടികളുടെ വീട്ടിൽ ചെന്ന് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അവസാനം ഒരു അപ്പച്ചൻ അത് തന്റെ മോളുടെ കൊലുസാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ ആ അപ്പച്ചന്റെ സാമ്പിൾ എടുത്ത് DNA മാച്ച് ചെയ്യാനും കൊടുത്തു. എന്നിട്ട് വിവേക് അതുവരെ കിട്ടിയ കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിവൈഎസ്പി മോഹൻദാസിനോട് പറയുന്നു. സാർ പറഞ്ഞതുപോലെ രാജേന്ദ്രനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. രാജേന്ദ്രന്റെ സാമ്പത്തിക വളർച്ച പെട്ടെന്നുള്ള ഒന്നായിരുന്നു. ആ പെൺകുട്ടിയെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പല ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. പിന്നെ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഫ്രാൻസിസ് തർത്തിൽമാരെയെല്ലാം ഞാൻ പോയി കണ്ടിരുന്നു. അതിൽ ഒരാളെ മാത്രമേ നേരിൽ കാണാൻ കഴിയാതിരുന്നുള്ളൂ. അയാൾ എന്തോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി സ്ഥലത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരിൽ 1-2 പേർ ആ കാലഘട്ടത്തിൽ അങ്കമാലി പ്രദേശത്ത് താമസിച്ചതായി ലോക്കൽ പോലീസിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡിവൈഎസ്പി മോഹൻദാസ് പറഞ്ഞു, വിവേക്, അടുത്ത ദിവസം രാജേന്ദ്രൻ പറഞ്ഞ ആലിസ് ജുവലറിയുടെ ഉടമസ്ഥൻ വിൻസെന്റിനെ കുറിച്ച് അന്വേഷിക്കണം. അയാളുടെ ഒരു ബന്ധുവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ പോയൊന്ന് കണ്ട് സംസാരിക്കണം. അപ്പോൾ സീൻ കട്ടായി ഡിവൈഎസ്പി പറഞ്ഞ വിൻസെന്റിന്റെ ആ ബന്ധുവിനെ കാണുന്നതിനായി വിവേക് വന്നതായി കാണിക്കുന്നു. സാറ് പറഞ്ഞ 1984-85 കാലഘട്ടത്തിനും 10-12 വർഷം മുമ്പേ തന്നെ വിൻസെന്റിന്റെ അച്ഛൻ അവരെ വിട്ടു പോയിരുന്നു. അതിനുശേഷം പാലം പണിയാൻ വന്ന ആളുകൾക്ക് കഞ്ഞി വെച്ചു കൊടുത്താണ് വിൻസെന്റും അമ്മയും ജീവിച്ചത്. അൾത്താരബാലൻ കൂടിയായിരുന്നു വിൻസെന്റ്. ആ സമയം പള്ളിയിൽ വന്ന ബിഷപ്പിന്റെ കുട അവൻ കട്ടെടുത്തു. ബിഷപ്പ് അത് കയ്യോടെ പൊക്കി. കൊട കട്ടെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ബിഷപ്പിനോട് സ്കൂളിൽ പോകാൻ കൊടയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ബിഷപ്പ് അവനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞു. അവൻ നല്ലതുപോലെ പഠിക്കുമായിരുന്നു. അങ്ങനെ ബിഷപ്പ് അവനെ നല്ലൊരു സ്ഥാപനത്തിലേക്ക് അയച്ചു. അവിടെ നിന്ന് പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ കറങ്ങിത്തിരിഞ്ഞ് ബോംബെയിലേക്ക് പോയത്. അവിടെ വെച്ചാണ് അവൻ ആലീസിനെ പരിചയപ്പെട്ട് കല്യാണം കഴിച്ച് കച്ചവടം തുടങ്ങിയത്. അത് കഴിഞ്ഞുള്ള വിൻസെന്റ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ആലിസ് ജുവലറിയുടെ ഉടമസ്ഥൻ വിൻസെന്റ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിവേക് ചോദിച്ചു, ഈ വിൻസെന്റ് മലക്കപ്പാറ ഭാഗത്ത് താമസിച്ച കാര്യം ചേച്ചിക്ക് അറിയാമോ? അതിനാ ചേച്ചി ചാലക്കുടിയിലും അങ്കമാലിയിലും ഒക്കെയുള്ള പല പല സ്ഥാപനങ്ങളിൽ നിന്നാണ് അവൻ പഠിച്ചതും വളർന്നതുമെല്ലാം. പിന്നെ സാർ ഈ പറഞ്ഞ 84-85 കാലഘട്ടത്തിൽ അവൻ എന്തോ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. അതിൽ പിടിച്ചു കയറിയാണ് അവൻ രക്ഷപ്പെട്ടത്. പക്ഷേ അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ സീൻ കട്ടായി പോലീസുകാർ വിളിച്ചതനുസരിച്ച് വിൻസെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതായി കാണിക്കുന്നു. വിൻസെന്റിന്റെ കൂടെ വിൻസെന്റിന്റെ അഡ്വക്കേറ്റ് ജേക്കബും ഉണ്ടായിരുന്നു. വിവേക് വിൻസെന്റിനോട് ഈ പെൺകുട്ടിയെ കുഴിച്ചിട്ടു എന്ന് രാജേന്ദ്രൻ വീഡിയോയിൽ പറഞ്ഞ കാലഘട്ടത്തിൽ ഒരു ബിഷപ്പിനോടൊപ്പം നിങ്ങൾ മലക്കപ്പാറ ഏരിയയിൽ താമസിച്ചതായി വിവരം കിട്ടിയിട്ടുണ്ട്. അന്ന് നിങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്ത് നിന്നുമാണ് ഈ സ്കെൽറ്റൻ കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് വിൻസെന്റ്, പിതാവാണ് എന്നെ പഠിപ്പിക്കാൻ മുൻകൈ എടുത്തത്. പിന്നെ പിതാവിന് പ്രായമായപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സഹായിയായി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പോവുകയായിരുന്നു. പിതാവിന്റെ മരണം വരെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ മലക്കപ്പാറയിൽ ഉണ്ടായിരുന്നു. അതിന് വിവേക്, ഈ രാജേന്ദ്രൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പേ നിങ്ങളുടെ കമ്പനിയുടെ ഫ്രണ്ട് ഓഫീസിൽ വിളിച്ച് ഏകദേശം 15 സെക്കൻഡോളം സംസാരിച്ചിട്ടുമുണ്ട്. അതെന്തിനായിരിക്കും അയാൾ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. ചോദ്യം വിൻസെന്റിനോടായിരുന്നെങ്കിലും ഉത്തരം പറഞ്ഞത് വിൻസെന്റിന്റെ വക്കീൽ ജേക്കബ് ആയിരുന്നു. സാറിന് വരുന്ന ഫ്രണ്ട് ഓഫീസ് കോളുകളെല്ലാം ഫിൽറ്റർ ചെയ്തെത്തുന്നത് എന്റെ അടുത്തേക്കാണ്. അത്രയ്ക്ക് അർജന്റ് ഉള്ള കോളുകൾ മാത്രമേ സാർ അറ്റൻഡ് ചെയ്യാറുള്ളൂ. മാത്രവുമല്ല ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരുന്ന കോളുകളെല്ലാം റെക്കോർഡുമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്നാൽ വിൻസെന്റിനോടുള്ള ചോദ്യത്തിന് വിൻസെന്റിന്റെ വക്കീൽ ജേക്കബ് ഉത്തരം പറഞ്ഞത് വിവേകിന് അത്ര ഇഷ്ടമായില്ല. വിവേക് പറഞ്ഞു, പ്രായപൂർത്തിയായ ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാളുടെ വക്കീൽ കൂടെ വേണമെന്ന് ഒരു നിയമത്തിലുമില്ല. അത് വക്കീലിനോട് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. അത് കേട്ട് വിൻസെന്റ് പറഞ്ഞു, നോക്കൂ, ആരുടേതാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല
കേട്ടിട്ടില്ലാത്ത ഒരു അസ്ഥികൂടത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണിത്. എന്നിട്ടും നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നു, നിങ്ങളോട് സഹകരിക്കുകയും ചെയ്തു. ആ കുഴിച്ചിട്ട ബോഡി ആരുടേതാണെന്ന് രാജേന്ദ്രന് പോലും അറിയില്ലായിരിക്കും. കുടിച്ച് ബോധമില്ലാത്ത ഒരാൾ ബോധമില്ലാതെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിന് വിവേക് എന്തായാലും രാജേന്ദ്രൻ പറഞ്ഞത് പകുതി സത്യമാണെന്ന് ആ അസ്ഥികൂടം കിട്ടിയപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ബാക്കി പകുതി കൂടി സത്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം എന്ന് പറയുന്നു. നമ്മുടെ വിൻസെന്റ് കേരളത്തിലെ അത്യാവശ്യം പേര് കേട്ട ഒരു സ്ഥാപനത്തിന്റെ MD ആയിരുന്നതിനാൽ തന്നെ ഈ കേസ് മാധ്യമങ്ങൾക്കൊരു ചാകരയായിരുന്നു. അങ്ങനെ വിവേക് ഫോറൻസിക് സർജൻ ഡോക്ടർ സാജനെ കാണാൻ വന്നതായി കാണിക്കുന്നു. ഡോക്ടർ സാജൻ വിവേകിനോട് പറഞ്ഞു, അന്ന് ഒരപ്പച്ചന്റെ DNA മാച്ച് ചെയ്ത് നോക്കാൻ തന്നിരുന്നല്ലോ, അത് മാച്ച് ആയിട്ടില്ല. അതറിഞ്ഞ വിവേക് ഇക്കാര്യം ആ അപ്പച്ചനെ വിളിച്ചറിയിക്കാൻ ഫോൺ ചെയ്യുമ്പോഴാണ് ആ അപ്പച്ചൻ മരിച്ചു എന്ന വാർത്ത വിവേക് അറിയുന്നത്. വിവേക് സ്വന്തം വീട്ടിലും ആ കേസിനെ കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വിവേക് തന്റെ വീട്ടിലുണ്ടായിരുന്ന ഫയലുകളെല്ലാം പരിശോധിക്കുന്നതിനിടയിൽ ചന്ദ്രപ്പൻ എന്നൊരാൾ തട്ടിപ്പ് കാണിച്ച് മുങ്ങിയ ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു പരാതി നൽകിയിരിക്കുന്നതായി കാണുന്നത്. അങ്ങനെ വിവേക് സ്റ്റേഷനിലെ റൈറ്റർ ഷിൻഡോയെയും കൂട്ടി ചന്ദ്രപ്പന്റെ അടുത്തേക്ക് പോയി. ഈ ചന്ദ്രപ്പൻ പണ്ട് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്തിരുന്ന ആളായിരുന്നു. വിവേക് ചന്ദ്രപ്പനോട് ചോദിച്ചു, 1985 കാലഘട്ടത്തിൽ ചാലക്കുടി സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയെ കാണാനില്ല, പറ്റിച്ചു എന്നും പറഞ്ഞ് ഒരു പരാതി കൊടുത്തത് ഓർമ്മയുണ്ടോ? അതിന് ചന്ദ്രപ്പൻ, എനിക്കൊരു ഓർമ്മക്കുറവുമില്ല സാറേ, എനിക്കിട്ട് പണിത ആരെയും ഞാൻ മറക്കത്തില്ല എന്ന് പറഞ്ഞു. അതിന് വിവേക്, ആ സംഭവം എന്തായിരുന്നു എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചന്ദ്രപ്പൻ ആ കഥ പറയാൻ തുടങ്ങി. ഭരതേട്ടന്റെ കാതോട് കാതോരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആതിരപ്പള്ളി മലക്കപ്പാറ ഭാഗത്ത് നടക്കുകയായിരുന്നു. ആ സമയം ഒരു പെൺകുട്ടി എന്നെ മമ്മൂട്ടിയുടെ നായികയാക്കാമോ എന്നും ചോദിച്ച് എന്റെ അടുത്ത് വന്നു. അത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ഭരതേട്ടൻ ഒരു പാട്ട് സീനിൽ മമ്മൂട്ടിയുടെ പുറകിൽ നിൽക്കാൻ ഐശ്വര്യമുള്ള 5-6 പെൺകുട്ടികളെ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ 10-30 പെൺപിള്ളേരെ ഭരതേട്ടന് കൊണ്ടു കൊടുത്തു. ആ കൂട്ടത്തിൽ അവളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അവൾ മുങ്ങി, അതും പകുതി പാട്ടിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ. അങ്ങനെ അടുത്ത ദിവസം അവളില്ലാത്തതിനാൽ ഷൂട്ടിംഗും മുടങ്ങി. ഭരതേട്ടനാണെങ്കിൽ അന്ന് എന്നെ വിളിക്കാത്ത തെറിയൊന്നും ബാക്കിയില്ല. എന്തെന്നാൽ അന്നൊക്കെ ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയാൽ ഫൈനാൻസ് മാനേജർ മദ്രാസിൽ നിന്നും ഫോൺ ചെയ്യും. അങ്ങനെ ഫൈനാൻസ് മാനേജർ വിളിക്കുമ്പോൾ പറയാൻ ഒരു ബലത്തിനു വേണ്ടി ജൂനിയർ ആർട്ടിസ്റ്റ് മുങ്ങിയതിന്റെ തെളിവിനായി ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടേക്കാൻ ഓഡിറ്റർ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ആ പരാതി കൊടുത്തത്. അവളെ പിന്നെ ഞാൻ ഒരുപാട് കാലം സിനിമയിലെല്ലാം തെരഞ്ഞു. എന്നെ അത്രയും വഴക്ക് കേൾപ്പിച്ച അവളോട് 2 വർത്തമാനം പറയാൻ. പക്ഷെ അവളെ ഞാൻ പിന്നീട് ഇതുവരെ കണ്ടിട്ടില്ല. എങ്കിലും അവളുടെ പേര് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. രേഖ എന്നാണ് അവളുടെ പേര്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിവേക് ചന്ദ്രപ്പനോട് ചോദിച്ചു, ചേട്ടാ, ആ കുട്ടിയുടെ നാടോ വീടോ അഡ്രസ്സോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതിന് ചന്ദ്രപ്പൻ, ഇല്ല, പേര് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വിവേക് ചന്ദ്രപ്പനോട്, ചേട്ടന് രേഖയുടെ മുഖമൊന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതിന് ചന്ദ്രപ്പൻ, ഓ, അതിനിപ്പോ എന്നാ, കഴിഞ്ഞ ആഴ്ച കൂടി കണ്ട മുഖമല്ലേ എന്ന് പറയുന്നു. അത് കേട്ട് വിവേകിന് അത്ഭുതമായി. എന്ത്, കഴിഞ്ഞ ആഴ്ചയോ? അതിന് ചന്ദ്രപ്പൻ, ആ, കഴിഞ്ഞ ആഴ്ച തന്നെ. അന്ന് ഷൂട്ട് ചെയ്ത ഒരു പാട്ടിലെ ഷോട്ടിൽ അവൾ ഇപ്പോഴുമുണ്ട്. ആ പാട്ട് സീനിലെ ഷോട്ടിൽ രേഖ ഒരു കന്യാസ്ത്രീ ആയിട്ടായിരുന്നു ഉള്ളത്. അതും രേഖയുടെ മുഖത്തിന്റെ ഒരു സൈഡ് വ്യൂ. അങ്ങനെ സീൻ കട്ടായി പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. വിവേക് DYSP മോഹൻദാസിനോട് പറഞ്ഞു, സാർ, നമുക്ക് ആ സ്കെൽറ്റൻ കിട്ടിയതിന്റെ ഏറ്റവും അടുത്തു നിന്നും കാണാതായ പെൺകുട്ടി രേഖയാണ്. നമുക്ക് കിട്ടിയ ഈ ഇമേജിലെ ആ കുട്ടിയുടെ തലയിലുള്ള ശിരോവസ്ത്രമെല്ലാം മാറ്റി ഒന്ന് റീവർക്ക് ചെയ്ത് ആ ഫോട്ടോ പുറത്തു വിട്ടാലോ? അതിന് DYSP, എന്തായാലും ഫോട്ടോ റീവർക്ക് ചെയ്തു വെച്ചോ, പക്ഷെ ഇപ്പോൾ പുറത്തു വിടേണ്ട. നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും അന്വേഷിച്ചതിന് ശേഷം മാത്രം അത് പുറത്തു വിട്ടാൽ മതി. എന്തെന്നാൽ ആക്ടർ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ദിവസമാണ് ആ പെൺകുട്ടി മിസ്സായിരിക്കുന്നത്. അതിനാൽ ഇത് വളരെ സെൻസിറ്റീവ് ആണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിവേക് പറഞ്ഞു, സാർ, വേറെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ആ രാജേന്ദ്രൻ മരിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾ മുമ്പ് അദ്ദേഹത്തിന് വന്ന കോളുകളിൽ ഒരു നമ്പർ മാത്രം ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇന്ന് സൈബർ സെല്ലിൽ നിന്നും കിട്ടി. കഴിഞ്ഞ ഒരു വർഷമായി ആ സിം കാർഡ് രാജേന്ദ്രനെ വിളിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സിം ഒരു പഴയ നോക്കിയ ഫോണിലിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഫോണിന്റെ IMEI നമ്പർ വെച്ച് പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ ധാരാളം സിമ്മുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തി. ആ സിം കാർഡുകളിൽ കൂടുതലും ആലപ്പുഴ ജില്ലയിലുള്ള അഡ്രസ്സുകളിൽ ഉള്ളതാണ്. അതിന് DYSP, എങ്കിൽ ഏതെങ്കിലും യൂസ്ഡ് ഫോൺ ഷോറൂമുകളിൽ അന്വേഷിച്ചാൽ ആ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ സീൻ കട്ടായി ആലിസ് ജുവലറിയുടെ ഉടമസ്ഥൻ വിൻസെന്റിനെ കാണിക്കുന്നു. വിൻസെന്റിന്റെ അടുത്തേക്ക് വിൻസെന്റിന്റെ അഡ്വക്കേറ്റ് ജേക്കബ് പോലീസുകാർ ഡെവലപ്പ് ചെയ്തെടുത്ത രേഖയുടെ ചിത്രം കൊണ്ട് കാണിക്കുന്നു. ആ ഫോട്ടോ കണ്ട വിൻസെന്റിന്റെ ഉള്ളിൽ ഒരു ഭയം രൂപം കൊള്ളുന്നത് വിൻസെന്റിന്റെ മുഖത്ത് നിന്നും അറിയാമായിരുന്നു. അപ്പോൾ സീൻ കട്ടായി വിവേകിന് ഒരു ഫോൺ കോൾ വരുന്നതായി കാണിക്കുന്നു. വിവേകിനെ ഫോൺ ചെയ്തത് വിവേകിന്റെ കൂടെ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന SI ജോൺ ആയിരുന്നു. ജോൺ വിവേകിനോട് പറഞ്ഞു, സാർ, നമ്മൾ പറഞ്ഞ ആ നോക്കിയ ഫോൺ വാങ്ങിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവന്റെ പേര് സജീവൻ എന്നാണ്. ഈ രാജേന്ദ്രൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഇലഞ്ഞിത്തറയിലുള്ള ഒരു കടയിൽ നിന്നുമാണ് അവൻ ഫോൺ വാങ്ങിച്ചിരിക്കുന്നത്. അതിന്റെ CCTV ഫുട്ടേജ് ഞാൻ സാറിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ
സീൻ കട്ടായി അടുത്ത സീനിൽ വിൻസെന്റിന്റെ അഡ്വക്കേറ്റ് ജേക്കബ് മന്ത്രിമാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് രേഖ കേസിന്റെ അന്വേഷണം ഇനി മുമ്പോട്ട് പോകരുത് എന്ന് പറയുന്നു. ഒപ്പം വിവേകിന് രേഖയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ആദ്യമായി പറഞ്ഞു കൊടുത്ത ചന്ദ്രപ്പനെ കൊല്ലുന്നതിനായി കുറച്ചുപേരെ അയക്കുന്നു. അവർ ചന്ദ്രപ്പനെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ധാരാളം മദ്യമെല്ലാം വാങ്ങിക്കൊടുത്തതിനു ശേഷം ഓടയിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നതിനു ശേഷം വഴിയോരത്തുണ്ടായിരുന്ന ഒരു ഓടയിൽ കൊണ്ടിടുന്നു. ചന്ദ്രപ്പന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോ വെള്ളമടിച്ച് ഓടയിൽ വീണ് മരിച്ചതാണെന്നും അതെല്ലാം പോരാഞ്ഞിട്ട് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഒപ്പം CI ആയിരുന്ന നമ്മുടെ വിവേകിനെ നേരെ ട്രാഫിക്കിലേക്കും തട്ടി. അങ്ങനെ ട്രാഫിക് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വിവേക് ഫോറൻസിക് സർജൻ ഡോക്ടർ സാജന്റെ കൂടെ ലാബിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കേസിന്റെ പുതിയ ടീമായ ക്രൈംബ്രാഞ്ച് CI സലീമും സംഘവും അവിടേക്ക് വന്നത്. ആ ലാബിലുണ്ടായിരുന്ന രേഖയുടെ സ്കെൽറ്റൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ അവർ ആ സ്കെൽറ്റൻ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അത് കണ്ട വിവേക് ഡോക്ടർ സാജനോട് രേഖയെക്കുറിച്ച് വിവരം തന്ന ചന്ദ്രപ്പൻ മരിച്ചു, അന്വേഷണത്തിൽ നിന്നും ഞങ്ങളെല്ലാം മാറ്റുന്നു, ആകെ കൂടി തെളിവായിട്ടുണ്ടായിരുന്ന സ്കെൽറ്റനും അവർ കൊണ്ടുപോയി, നമ്മൾ ഇനി എന്ത് ചെയ്യും സാർ? അതിന് ഡോക്ടർ സാജൻ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിനക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, ഇതുവരെ കണ്ടുപിടിച്ചതല്ലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റൂ, ഇനി കണ്ടുപിടിക്കുന്നത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ വിവേക് കാതോട് കാതോട് സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്ന കമൽ സാറിനെ കാണാനായി വരുന്നു. കമൽ സാർ വിവേകിനോട് കഴിഞ്ഞ ദിവസം കമൽ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന പള്ളാശ്ശേരി എന്ന ഒരു ആളെ കുറിച്ച് പറയുന്നു. എന്തെന്നാൽ ഈ പള്ളാശ്ശേരി പണ്ട് കാതോട് കാതോട് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് മമ്മൂട്ടിയുടെ ഇന്റർവ്യൂ എടുക്കുന്നതിനായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവേക് പള്ളാശ്ശേരിയെ കാണാനായി വരുന്നു. പണ്ട് റിപ്പോർട്ടർ ആയിരുന്ന പള്ളാശ്ശേരി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുകയാണ്. അങ്ങനെ പള്ളാശ്ശേരിയുടെ അടുത്തു നിന്നും വിവേകിന് കാതോട് കാതോട് സെറ്റിൽ വെച്ചെടുത്ത കുറച്ച് സ്റ്റിൽസ് എല്ലാം കിട്ടുന്നു. ആ സ്റ്റിൽസിൽ നിന്നും രേഖയുടെ കൂടെ കന്യാസ്ത്രീ വേഷത്തിൽ വേറെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും വിവേകിന് കിട്ടുന്നു. അങ്ങനെ വിവേക് ആ ഫോട്ടോ ചെക്ക് ചെയ്യുന്നു. അതിൽ നിന്നും ആ കന്യാസ്ത്രീയുടെ മാത്രം കൊന്തയും ഉടുപ്പുമെല്ലാം വ്യത്യാസമാണെന്നും അതൊരു ശരിക്കുള്ള കന്യാസ്ത്രീ തന്നെയാണെന്നും വിവേക് കണ്ടെത്തുന്നു. അങ്ങനെ വിവേക് മലക്കപ്പാറയിലുള്ള കോൺവെന്റിൽ അന്വേഷിച്ച് ആ കന്യാസ്ത്രീയെ കണ്ടെത്തുന്നു. ആ കന്യാസ്ത്രീയുടെ അടുത്ത് വന്ന വിവേക് രേഖയുടെ ആ ഫോട്ടോ കാണിച്ചതും കന്യാസ്ത്രീ പറഞ്ഞു, ഇത് രേഖയല്ലേ, എനിക്ക് ഈ കുട്ടിയെ അറിയാം, സിനിമയിൽ അഭിനയിക്കാൻ മലക്കപ്പാറയിലേക്ക് വന്ന ഒരു പെൺകുട്ടി, എന്തിനാണിപ്പോൾ രേഖയെ അന്വേഷിക്കുന്നത്? അതിന് വിവേക്, ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു അസ്ഥികൂടം രേഖയുടേതാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്, അതിനാൽ മദറിന് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ മദർ അന്നത്തെ സംഭവങ്ങൾ പറയാൻ തുടങ്ങി. കാതോട് കാതോട് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നത് മലക്കപ്പാറയിലെ ഈ മദർക്ക് താമസിച്ചിരുന്ന കോൺവെന്റിന്റെ അടുത്ത് വെച്ചായിരുന്നു. മദറിനും മമ്മൂട്ടിയെ കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ആ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് ഷൂട്ടിങ്ങിനായി കന്യാസ്ത്രീ വേഷം ധരിച്ചിരുന്ന രേഖയുടെ ഉടുപ്പ് മമ്മൂട്ടിയെ കാണാനുള്ള തിരക്കിനിടയിൽപ്പെട്ട് ചെറുതായൊന്ന് കീറുന്നു. അങ്ങനെ രേഖ ആ ഉടുപ്പ് ഷൂട്ടിംഗ് സ്ഥലത്തുള്ള തയ്യൽക്കാരന്റെ അടുത്ത് വന്ന് എന്റെ ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് കീറി തയ്ച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. അതിന് തയ്യൽക്കാരൻ, അത് ചെറുതായിട്ടല്ലേ കീറിയിട്ടുള്ളൂ, പൊത്തിപ്പിടിച്ച് അഭിനയിച്ചാൽ മതി എന്ന് പറയുന്നു. രേഖ എത്ര കെഞ്ചിയിട്ടും തയ്യൽക്കാരൻ അത് തയ്ച്ചു കൊടുത്തില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് നടക്കുമ്പോഴാണ് രേഖ കോൺവെന്റിൽ തുണി വിരിച്ചുകൊണ്ടിരുന്ന വിവേക് ഇപ്പോൾ കാണാൻ വന്നിട്ടുള്ള ആ കന്യാസ്ത്രീയെ കാണുന്നത്. അങ്ങനെ രേഖ ആ കന്യാസ്ത്രീയുടെ അടുത്ത് വന്ന്, സിസ്റ്റർ എന്റെ ഉടുപ്പൊന്ന് ചെറുതായിട്ട് കീറി, അതിനാൽ കുറച്ചു നേരത്തേക്ക് എനിക്ക് സിസ്റ്ററിന്റെ ഒരു ഉടുപ്പ് തരാമോ എന്ന് ചോദിക്കുന്നു. മമ്മൂട്ടിയെ കാണാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ആ സിസ്റ്റർ രേഖയോട് പറഞ്ഞു, ഉടുപ്പൊക്കെ ഞാൻ തരാം, അതിനു പകരമായി എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം, നീ എനിക്കൊന്ന് മമ്മൂട്ടിയെ പരിചയപ്പെടുത്തി തരാമോ? വേറെ വഴിയില്ലാത്തതിനാൽ രേഖയും അതിനോക്കെ പറഞ്ഞു. അങ്ങനെ രേഖയും ആ സിസ്റ്ററും ഷൂട്ടിംഗ് സ്ഥലത്തെത്തി. സിസ്റ്റർ രേഖയോട്, നിനക്ക് കന്യാസ്ത്രീ വേഷം നല്ലപോലെ ചേരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിന് രേഖ, എനിക്ക് എല്ലാ വേഷവും ചേരും, എന്റെ ആഗ്രഹം എനിക്ക് മമ്മൂട്ടി ചേട്ടന്റെ നായികയാകണം എന്നതാണ്. അത് കേട്ട സിസ്റ്റർ, മമ്മൂട്ടി ചേട്ടനോ, അതെന്താ നിന്റെ ചേട്ടനാണോ മമ്മൂട്ടി എന്ന് ചോദിക്കുന്നു. അതിന് രേഖ, എനിക്ക് എന്റെ ചേട്ടനെ പോലെ തന്നെയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടി ചേട്ടന് കത്തൊക്കെ എഴുതാറുണ്ട്. അതിന് സിസ്റ്റർ, നിനക്കതിന് അഡ്രസ് ഒക്കെ അറിയാമോ എന്ന് ചോദിച്ചു. അതിന് രേഖ, ആ അറിയാലോ, ഞാൻ വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്കാണ് എഴുതാറ്, പുള്ളി അവിടെയാണ് കൂടുതൽ സമയവും. അത് കേട്ട സിസ്റ്റർ, എന്നിട്ട് നിനക്ക് റിപ്ലൈ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. ആ സമയം അവിടേക്ക് വന്ന തയ്യൽക്കാരൻ രേഖ വേറെ ഉടുപ്പ് ധരിച്ചിരിക്കുന്നത് കണ്ട് രേഖയെ ആ സിസ്റ്ററിന്റെ മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞിട്ട് പോകുന്നു. അത് കണ്ട സിസ്റ്റർ രേഖയോട്, ഒരു ഉടുപ്പ് മാറിപ്പോയെന്നും പറഞ്ഞ് ഇത്രയൊക്കെ വഴക്ക് പറയണോ എന്ന് ചോദിച്ചു. അതിന് രേഖ, ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് സിസ്റ്ററെ, ഞങ്ങളോട് എല്ലാവരും ഇങ്ങനെയാണ് സംസാരിക്കുക, മമ്മൂട്ടിയെ അറിയാമെന്നും പരിചയപ്പെടുത്തി തരാമെന്നുമെല്ലാം ഞാൻ സിസ്റ്ററിന്റെ ഉടുപ്പിന് വേണ്ടി കള്ളം പറഞ്ഞതാണ്, ഞങ്ങൾക്കൊന്നും പുള്ളിയുടെ അടുത്ത് പോലും പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ മഴ പെയ്തതിനാൽ ഷൂട്ടിംഗ് മുടങ്ങി. അതിനാൽ ആ സിസ്റ്റർ രേഖയെ തങ്ങളുടെ കോൺവെന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ കോൺവെന്റിലെത്തിയ രേഖ സിസ്റ്ററിനോട് പറഞ്ഞു, ഇന്നൊരു നല്ല ദിവസമാണ്, കുറെ നാളായി ഇതുപോലെ സിനിമയുടെ പിന്നാലെ അലഞ്ഞു നടക്കുന്നു, എന്നോട് ഇതുവരെ ആരും സിസ്റ്ററിനെ പോലെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ സിസ്റ്റർ രേഖയ്ക്കുള്ള മുറിയിൽ കൊണ്ടാക്കിയതിനു ശേഷം തിരികെ പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ക്ലീൻ ചെയ്യുന്നതിനായി ആ കോൺവെന്റിലെ ജോലിക്കാരിയായ തങ്കമ്മ ചേച്ചി മദറിന്റെ ഓഫീസിൽ ചെന്ന് നോക്കുമ്പോഴാണ്
ആ ഓഫീസിലുണ്ടായിരുന്ന അലമാര ആരോ കുത്തി തുറന്നിരിക്കുന്നതായി ശ്രദ്ധിക്കുന്നത്. ഒപ്പം ആ അലമാരയിൽ സഭയുടെ പേരിൽ ആശുപത്രി പണിയുന്നതിനുള്ള കാശും സ്വർണത്തിന്റെ തിരുരൂപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഒപ്പം രേഖയെയും. അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയെ കോൺവെന്റിനകത്ത് കയറ്റി താമസിപ്പിച്ചതിനാൽ പഴി മുഴുവനും എന്റെ മേലായിരുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിവേക് മദറിനോട് ചോദിച്ചു, ഇത്രയും വലിയൊരു റോബറി കോൺവെന്റിൽ നടന്നിട്ടും എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാതിരുന്നത്? അതിന് മദർ, നല്ല രീതിയിൽ ചാരിറ്റി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻ ആയിരുന്നു ഞങ്ങളുടേത്. ഇത്രയും അലക്ഷ്യമായി ഡൊണേഷൻ മണി ഹാൻഡിൽ ചെയ്തു എന്ന് പുറത്തറിഞ്ഞാൽ അത് ഞങ്ങളുടെ ഫ്യൂച്ചർ ഡൊണേഷനെ ബാധിക്കും എന്ന് കരുതിയാണ് കേസ് കൊടുക്കാതിരുന്നത്. അങ്ങനെ വിവേക് മദറിനോട് ചോദിക്കുകയാണ്, രേഖ മരിച്ച ദിവസം ഈ കോൺവെന്റിൽ ഉണ്ടായിരുന്നവരെ കുറിച്ച് മദറിന് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതിനു മദർ, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിൽ പലരും മരിച്ചുപോയി. ബാക്കിയുള്ളവർ പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് പുഷ്പവും തങ്കമ്മച്ചേച്ചിയും തങ്കമ്മച്ചേച്ചിയുടെ കുടുംബവുമായിരുന്നു. പുഷ്പം 3-4 മാസം കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന മദറിന്റെ ഭരണം സഹിക്കാൻ കഴിയാതെ മഠത്തിൽ നിന്നേ പോയി. തങ്കമ്മച്ചേച്ചിയും തങ്കമ്മച്ചേച്ചിയുടെ ഭർത്താവ് ബേബിച്ചേട്ടനും മരിച്ചുപോയി. പക്ഷെ അവരുടെ മകൻ ഇപ്പോഴും ആലപ്പുഴയിൽ താമസിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് തങ്കമ്മച്ചേച്ചിയുടെ മകൻ ബിനുവിന്റെ അഡ്രസ് മദർ വിവേകിന് കൊടുക്കുന്നു. വിവേകിന് ബിനുവിന്റെ അഡ്രസ് കണ്ടപ്പോഴേ ഒരു കാര്യം ഉറപ്പായി, ബിനുവിനും ഈ കേസുമായി എന്തോ ബന്ധമുണ്ടെന്ന്. വിവേകിന് അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്നല്ലേ? മരിച്ചുപോയ രാജനെ നോക്കിയ ഫോൺ ഉപയോഗിച്ച് കോൾ ചെയ്തിരുന്ന സജീവൻ എന്ന ഒരാളുണ്ടായിരുന്നല്ലോ. ആ സജീവനും ഈ ബിനുവും ഒരേ നാട്ടുകാരായിരുന്നു. അതായത് അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് വിവേകിന് മനസ്സിലായി. അങ്ങനെ വിവേക് ബിനുവിനെയും സുബേവിനെയും തപ്പി അവരുടെ സ്ഥലമായ ഇലഞ്ഞിത്തറയിലേക്ക് പോവുകയാണ്. അപ്പോൾ സീൻ കട്ടായി വയ്യാതെ കിടന്നിരുന്ന വിൻസെന്റിന്റെ ഭാര്യ ആലിസിന് അസുഖം കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായി കാണിക്കുന്നു. ആശുപത്രിയിൽ വിൻസെന്റിനെ കാണാൻ വിൻസെന്റിന്റെ വക്കീൽ ജേക്കബും വന്നു. ജേക്കബ് വന്നത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ വിൻസെന്റിന്റെ ഭാര്യ ആലിസിനെ കാണാനൊന്നും ആയിരുന്നില്ല. വിൻസെന്റിനെതിരെയുള്ള കേസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ജേക്കബ് വന്നിട്ടുള്ളത്. ജേക്കബ് വിൻസെന്റിന് കുറെ ഫോട്ടോ കാണിച്ചിട്ട് പറയുകയാണ്, ഇതെല്ലാം നമ്മൾ കണ്ടെത്തിയ ഫ്രാൻസിസ് തറത്തിൽമാരാണ്. ഇനിയും കുറച്ചു പേരുടെ ഫോട്ടോസ് കൂടി കിട്ടാനുണ്ട്. അതൊരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ കൈകളിലെത്തും. അങ്ങനെ സീൻ കട്ടായി വിവേകിനെ കാണിക്കുന്നു. വിവേക് ആ സമയം ബിനുവിനെയും സജീവിനെയും തപ്പി ഇലഞ്ഞിത്തറയിലേക്ക് പോകുന്ന വഴി തന്റെ കാമുകിയും പത്രപ്രവർത്തകയുമായ ഫാമയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നമുക്ക് 3-4 പേർക്ക് അറിയാവുന്ന ഏതോ ഒരു പെൺകുട്ടി മാത്രമാണ് ഇപ്പോൾ രേഖ. അവൾ ഒരു നടിയായിരിക്കാം, ഒരു പക്ഷേ ഒരു മോഷ്ടാവോ ആയിരിക്കാം. എന്തു തന്നെയായാലും രേഖ ആരാണെന്ന് എനിക്കറിയണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം എന്നും പറഞ്ഞ് വിവേക് അവിടെ നിന്നും തങ്കമ്മച്ചേച്ചിയുടെ മകൻ ബിനുവിനെയും രാജേന്ദ്രനെ ഫോൺ ചെയ്തിരുന്ന സജീവിനെയും കാണുന്നതിനായി അവരുടെ നാടായ ഇലഞ്ഞിത്തറയിലേക്ക് പോകുന്നതായി കാണിക്കുന്നു. ഇലഞ്ഞിത്തറയിലുള്ള ലോക്കൽ സ്റ്റേഷനിൽ നിന്നും സജീവിന്റെ ലൊക്കേഷൻ തപ്പിയെടുത്ത് വിവേക് സജീവിന്റെ അടുത്തെത്തി. അവിടെയുള്ള പോലീസുകാർ സജീവിനെ തൃശൂരിൽ നിന്നും കാപ്പ ചുമത്തി വിട്ടതാണ്, അവന്റെ അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ വിവേക് സജീവിന്റെ വീട്ടിലെത്തി. സജീവിന്റെ വീട്ടിൽ വന്ന വിവേകിന് ബോണസ് ആയിട്ട് ബിനുവിനെ കൂടെ കിട്ടി. സജീവിനെയും ബിനുവിനെയും കീഴടക്കാൻ വിവേകിന് ചെറിയൊരു മൽപ്പിടുത്തം പ്രയോഗിക്കേണ്ടി വന്നു. വിവേക് സജീവിനോട് ചോദിക്കുകയാണ്, നീ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന മരിച്ചുപോയ രാജേന്ദ്രന്റെയും നിന്റെയും ഫോൺ കഴിഞ്ഞ മാസം ഒരേ ടവറിന്റെ പരിധിയിൽ വന്നിട്ടുണ്ട്, എന്തായിരുന്നു പരിപാടി? എന്നാൽ അതിനുള്ള ഉത്തരം പറഞ്ഞത് ബിനുവാണ്. രാജേന്ദ്രൻ ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നിരുന്നു, അത് വാങ്ങുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ രാജേന്ദ്രന്റെ അടുത്ത് പോയത്. അതിന് വിവേക്, രാജേന്ദ്രൻ എന്തിനാണ് നിങ്ങൾക്ക് പൈസ തന്നത് എന്ന് ചോദിക്കുകയാണ്. അതിനവർ, ഞങ്ങൾ ഒരു രഹസ്യം പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് രാജേന്ദ്രൻ ഞങ്ങൾക്ക് പൈസ തന്നത് എന്ന് പറഞ്ഞു. അതിന് വിവേക്, രഹസ്യമോ? എന്ത് രഹസ്യം എന്ന് ചോദിച്ചു. അതിന് സജീവൻ, സാർ, ഇവന്റെ അച്ഛൻ ബേബിച്ചേട്ടനും വേറെ 3 പേരും ചേർന്ന് ഒരു പെണ്ണിനെ എടുത്തുകൊണ്ട് പോകുന്നത് ചെറുപ്പത്തിൽ ഇവൻ കണ്ടു. അത് അന്ന് തന്നെ എന്നോട് വന്ന് പറയുകയും ചെയ്തു. അന്നവൻ ഇവന്റെ അച്ഛൻ സിനിമയിൽ അഭിനയിച്ചതാണെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ആ സിനിമയായ കാതോടുകാതരം ഇറങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഇവന്റെ അച്ഛൻ അഭിനയിച്ച ആ സീനിന് വേണ്ടിയാണ്. പക്ഷേ അന്ന് ആ സിനിമയിൽ ഇവന്റെ അച്ഛനെ കണ്ടില്ല. എന്നാൽ അതുപോലൊരു സീൻ ആ കഥയിലേ ഇല്ലെന്ന് വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇവന്റെ അച്ഛൻ ബേബിച്ചേട്ടൻ മരിക്കാനായി കേൾക്കുമ്പോഴാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ഇവന്റെ അച്ഛനോട് ചോദിച്ചത്. അങ്ങനെ ഇവന്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. അന്ന് ഒരു പെൺകുട്ടിയെ കുഴിച്ചിട്ടതും അവിടുന്ന് കുറെ പൈസ കിട്ടിയതും കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇവന്റെ അച്ഛൻ പറഞ്ഞ ബാക്കി 3 പേരിൽ രാജേന്ദ്രനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അയാൾ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിലെ വീട്ടുജോലികളെല്ലാം ചെയ്തിരുന്ന ഒരാളായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ നിലയിലാണ് അയാൾ. അച്ഛൻ പറഞ്ഞതിൽ ഫ്രാൻസിസിനെ മാത്രം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു പഴയ ഫോൺ മേടിച്ച് കള്ളസിമിട്ട് ഞങ്ങൾ രാജേന്ദ്രനെ വിളിച്ചു. അങ്ങനെ രാജേന്ദ്രൻ ഞങ്ങൾക്ക് കുറച്ച് പൈസയും തന്നു. അതിനുശേഷം അയാൾ മരിക്കുന്ന വീഡിയോയാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ അയാൾ മരിച്ചപ്പോൾ ഇവന്റെ അച്ഛൻ ബേബിച്ചേട്ടന്റെ പേര് മാത്രം പറഞ്ഞില്ല. ഒരു പക്ഷേ ബേബിച്ചേട്ടൻ മരിച്ചു പോയത് കൊണ്ടായിരിക്കാം പറയാതിരുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിവേക് അവരോട്, ഞാൻ അടുത്ത ദിവസം വീണ്ടും വരും, അന്ന് ഈ കാര്യങ്ങളെല്ലാം SP യോട് പറയണം, അങ്ങനെയാണെങ്കിൽ നീയൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടും എന്നും പറഞ്ഞ് വിവേക് അവിടെ നിന്നും പോകുന്നു.
വിവേക് ഈ കാര്യങ്ങളെല്ലാം തന്റെ കൂട്ടുകാരനും ഡിവൈഎസ്പിയുമായ മോഹൻദാസിനെ വിളിച്ച് പറയുന്നുണ്ട്. അതിന് മോഹൻദാസ് അന്വേഷണ ചുമതല ഇപ്പോൾ നമുക്കില്ലാത്തത് കൊണ്ട് അവന്മാരെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ വിവേക് പറഞ്ഞതനുസരിച്ച് വിവേകിന്റെ കാമുകി ഫാമ അതുവരെ കിട്ടിയ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ കൊടുത്തതായി കാണിക്കുന്നു. എന്നാൽ അടുത്ത ദിവസം വിവേക് ആ പത്രവാർത്ത കണ്ടായിരുന്നില്ല ഞെട്ടിയത്. അതിനേക്കാൾ വലിയ സംഭവമാണ് അവിടെ നടന്നിരുന്നത്. എന്താണെന്നല്ലേ, വിവേക് ഇന്നലെ പോയി ചോദ്യം ചെയ്തിരുന്ന ബിനുവും സജീവനും കൊല്ലപ്പെട്ടിരുന്നു. അതെല്ലാം അറിഞ്ഞ് വിവേകിന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. എങ്കിലും വിവേക് തന്റെ അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിവേക് ആ കേസിനെ കുറിച്ചായി ചിന്ത മുഴുവനും. അങ്ങനെ വിവേക് കാതോട് കാതോരം സിനിമാ സെറ്റിൽ നിന്നും കിട്ടിയ ഫോട്ടോസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നിന്നും ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. അത് ആരുടെ ഫോട്ടോ ആയിരുന്നെന്നല്ലേ. വിവേക് ഫ്രാൻസിസ് തടത്തിൽമാരെ അന്വേഷിച്ച് കുറെ വീടുകളിൽ പോയിരുന്നല്ലോ. അതിൽ ഒരു ഫ്രാൻസിസ് തടത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഫ്രാൻസിസ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി പോയിരുന്നതിനാൽ അവിടെ ഫ്രാൻസിസിന്റെ മകനെ മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ആ മകന്റെ ഫോട്ടോയാണിപ്പോൾ വിവേകിന് കിട്ടിയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ 10-40 വർഷമായിട്ടും മുഖത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ലേ എന്ന്. അതായത് അന്നുണ്ടായിരുന്ന ഫ്രാൻസിസിന്റെ അതേ മുഖച്ഛായയാണ് വിവേക് കണ്ട ഫ്രാൻസിസിന്റെ മകനും. അങ്ങനെ വിവേക് ആ ഫ്രാൻസിസിന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് ആ ഫോട്ടോ ഫ്രാൻസിസിനെ കാണിച്ചതിന് ശേഷം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഫോട്ടോ ഓർമ്മയുണ്ടോ? 1985 കാതോട് കാതോട് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഉൾപ്പെട്ട ഒരു ഫോട്ടോയാണിത്. അതിന് ഫ്രാൻസിസ് സിനിമാ ഷൂട്ടിംഗിന് എന്നല്ല ഒരു കാര്യത്തിന് വേണ്ടിയും ഞാൻ ആ നാട്ടിൽ പോയിട്ടില്ല എന്ന് പറയുകയാണ്. അതിന് വിവേക്, ഫ്രാൻസിസ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ അന്ന് കുഴിച്ചിട്ട രേഖ എന്ന പെൺകുട്ടിയെ കുറിച്ചും അന്ന് ആ കോൺവെന്റിൽ വെച്ച് കാണാതായ പണത്തെ കുറിച്ചുമെല്ലാം എനിക്കറിയാം. നിങ്ങൾ അന്ന് കുഴിച്ചിട്ട രേഖ എന്ന പെൺകുട്ടി നിങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അവളെ അന്വേഷിച്ച് ഞാൻ വരുന്ന വഴികളിലെല്ലാം ശേഷിക്കുന്നത് ശവശരീരങ്ങളാണ്. നിങ്ങളുടെ പഴയ കൂട്ടുകാരൻ ബേബിയുടെ മകൻ ബിനുവാണ് അവസാനമായി മരണപ്പെട്ടത്. ഒരുപക്ഷെ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നവരുടെ അടുത്ത ഇര ഒന്നുകിൽ ഞാനായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ മകനായിരിക്കാം. നിങ്ങൾ എന്നോട് സത്യം പറയാതിരുന്നാൽ അത് നിങ്ങളുടെ കൊലയാളിയെ കാത്തിരിക്കുന്നതിന് തുല്യമാണ് എന്നും പറഞ്ഞ് വിവേക് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ ഫ്രാൻസിസ് പറയുകയാണ്, കുഴിച്ചിട്ടത് ഞങ്ങളാണ്, പക്ഷേ എല്ലാം തുടങ്ങി വെച്ചത് പുഷ്പവും വക്കച്ചനുമാണ്. വിശ്രമ ജീവിതത്തിന് മലക്കപ്പാറയിലേക്ക് വന്ന മെത്രാന്റെ കൂടെ വന്നയാളാണ് വക്കച്ചൻ. പുഷ്പം ആ മഠത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അന്തേവാസിയായിരുന്നു. അവിടെ വെച്ചാണ് വക്കച്ചനും പുഷ്പവും തമ്മിൽ പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലായതും. വക്കച്ചൻ പുഷ്പത്തിനോട് പറഞ്ഞു, പഠിക്കാൻ വേണ്ടി ചെറുപ്പത്തിലെ മെത്രാന്റെ കൂടെ കൂടിയതാണ്. ഇപ്പോൾ പഠിപ്പെല്ലാം കഴിഞ്ഞു. ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും പോകണം. അതിന് പുഷ്പം, കാശ് ഉണ്ടാക്കാൻ ഞാൻ സഹായിക്കാം, പക്ഷേ പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പുഷ്പവും വക്കച്ചനും ചേർന്ന് ആ കോൺവെന്റിൽ ഉണ്ടായിരുന്ന ഏലവും കുരുമുളകും റബ്ബർ ഷീറ്റുമെല്ലാം മോഷ്ടിക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ ആ മോഷണം അവിടെ ജോലിക്ക് നിന്നിരുന്ന തങ്കമ്മ ചേച്ചിയുടെ ഭർത്താവ് ബേബി കണ്ടുപിടിക്കുന്നു. എന്നാൽ ബേബി ഇക്കാര്യം പുറത്തു പറയുകയല്ല ചെയ്തത്. പകരം അവരുടെ കൂടെ കൂടി മോഷണം അതിശക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ പുഷ്പം വക്കച്ചനോട് പറഞ്ഞു, വക്കച്ച, ഈ കോൺവെന്റിൽ ഏലവും കുരുമുളകും റബ്ബർ ഷീറ്റും മാത്രമല്ല ഉള്ളത്. ഇവിടെ ഡൊണേഷനായി ധാരാളം സ്വർണവും പൈസയും എല്ലാം വരുന്നുണ്ട്. നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കതെല്ലാം സ്വന്തമാക്കാം. അതിന് വക്കച്ചനും ഓക്കേ പറഞ്ഞു. അങ്ങനെ പുഷ്പം ഡൊണേഷൻ മണി കൊണ്ടുവെക്കുന്ന ലോക്കറിന്റെ കള്ളത്താക്കോൽ ഉണ്ടാക്കുന്നതിനായി ആ ലോക്കർ റൂമിന്റെ താക്കോൽ എടുത്ത് ഒരു സോപ്പിൽ അച്ചു പതിച്ചതിന് ശേഷം അത് വക്കച്ചനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ബേബിച്ചേട്ടനും വക്കച്ചനും ചേർന്ന് കള്ളത്താക്കോൽ ഉണ്ടാക്കാനായി ആ സോപ്പ് കട്ട ഒരു കൊല്ലനെ ഏൽപ്പിച്ചു. എന്നാൽ ആ കൊല്ലൻ എന്റെ ഒരു കൂട്ടുകാരനായിരുന്നു. അതിനാൽ തന്നെ കൊല്ലൻ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെ കള്ളത്താക്കോൽ കയ്യിൽ കിട്ടിയ പുഷ്പം ഒരു അവസരത്തിനായി കാത്തിരുന്നു. എന്തെന്നാൽ മോഷണം നടത്തി കടന്നു കളഞ്ഞാൽ തങ്ങളുടെ പുറകെ പോലീസ് വരുമെന്ന് പുഷ്പത്തിന് ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഒരു രാത്രി തങ്ങുന്നതിനു വേണ്ടി മാത്രമായി രേഖ എന്ന പെൺകുട്ടി അവിടേക്ക് വരുന്നത് പുഷ്പം അറിഞ്ഞത്. അങ്ങനെ അന്ന് രാത്രിയിൽ പുഷ്പം തന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിനായി ബേബി ചേട്ടനെ വിട്ട് മഠത്തിലേക്ക് രാത്രിയിൽ വണ്ടിയുമായി വരാൻ വക്കച്ചനെ പുഷ്പം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി ബേബി ചേട്ടനും വക്കച്ചനും ചേർന്ന് വണ്ടിയുമായി ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ അവരെന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനാൽ അവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നറിയാൻ ഞാനും കാത്തിരുന്നു. അങ്ങനെ അന്ന് രാത്രി കോൺവെന്റിൽ വന്ന രേഖയെ പുഷ്പം പഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തുന്നു. അങ്ങനെ അവിടേക്ക് വന്ന വക്കച്ചനോട് പുഷ്പം, ഇവളെ ഞാൻ കൊന്നു തന്നിട്ടുണ്ട്, ഇനി കുഴിച്ചിടേണ്ടത് നിന്റെ ജോലിയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്വർണവുമായി ഇവൾ മുങ്ങിയതാണെന്ന് നമുക്ക് വരുത്തി തീർക്കണം. അതിനാൽ എത്രയും വേഗം അവളെ കൊണ്ടുപോയി കുഴിച്ചിടാൻ പുഷ്പം വക്കച്ചനോട് പറയുകയാണ്. അത് കേട്ട് വക്കച്ചൻ ബേബി ചേട്ടനെയും കൂട്ടി രേഖയുടെ ശരീരം കുഴിച്ചിടാൻ കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ എന്റെ കൂട്ടുകാരൻ രാജേന്ദ്രനെയും കൂട്ടി അവിടേക്ക് വന്നത്. ആദ്യം അവരെന്തോ മോഷണം നടത്തുകയാണെന്ന്
എന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഞങ്ങൾ ആ പെൺകുട്ടിയെ കണ്ടത്. അത് കണ്ട് അവിടെ നിന്നും തിരികെ പോകാൻ തുടങ്ങിയ ഞങ്ങളോട് ബേബി ചേട്ടൻ പറഞ്ഞു, ഇക്കാര്യം നിങ്ങൾ പുറത്തു പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ പറയും. കൂടെ നിന്നാൽ ഇതിലൊരു ഷെയർ നിങ്ങൾക്കും തരാം എന്നും പറഞ്ഞ് അവർ ഞങ്ങൾക്ക് കുറെ പണവും തന്നു. അങ്ങനെ ഞങ്ങളും അവളെ കുഴിച്ചിടാനായി കൂടി. അന്നത്തെ ചോരത്തളപ്പിൽ കുറെ കാശ് കിട്ടുമെന്നറിഞ്ഞപ്പോൾ ചെയ്തു പോയതാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം ബേബി ചേട്ടൻ പറഞ്ഞാണ് കോൺവെന്റിൽ നടന്ന ഈ സംഭവങ്ങളെല്ലാം ഞാൻ അറിയുന്നത്. അന്ന് ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ പരസ്പരം കണ്ടിട്ടേയില്ല. അന്നത്തെ വക്കത്തിനാണ് ഇന്നത്തെ ആലിസ് ജുവലറിയുടെ മുതലാളി വിൻസെന്റ്. അത് ഞാൻ അറിയുന്നത് രാജേന്ദ്രൻ മരിക്കുമ്പോഴാണ്. എന്നാൽ അന്ന് ഞങ്ങൾ കുഴിച്ചിട്ട പെൺകുട്ടി ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അന്നും അറിയില്ല, ഇന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, സാർ ഫോട്ടോയിൽ കാണിച്ച ആ പെൺകുട്ടിയെ തന്നെയാണ് അന്ന് ഞങ്ങൾ കുഴിച്ചിട്ടത്. അവളുടെ മുഖം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. അങ്ങനെ സീൻ കട്ടായി വിൻസെന്റിന്റെ ഭാര്യ ആലിസ് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഒരു നേഴ്സ് ഒരു ബൊക്കയുമായി വരുന്നതായി കാണിക്കുന്നു. നേഴ്സ് ആ ബൊക്കെ കൊണ്ട് കൊടുത്തത് ആലിസിന് തന്നെയായിരുന്നു. ആലിസ് ആ ബൊക്കെ മേടിച്ചത് വളരെയധികം സന്തോഷത്തോടെയാണ്. എന്നാൽ ആ ബൊക്കെ വാങ്ങിച്ച് അതിലുണ്ടായിരുന്ന എഴുത്തു വായിച്ചതും ആലിസിനെ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. അത് കണ്ട വിൻസെന്റ് അവിടേക്ക് ഓടി വന്ന് ഡോക്ടറിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് വിൻസെന്റ് ആ ബൊക്കയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കുന്നു. ആ ബൊക്കയിൽ നമുക്ക് പിന്നീട് കാണാം പുഷ്പം എന്നായിരുന്നു എഴുതിയിരുന്നത്. അതായത് അന്നത്തെ വക്കച്ചനാണല്ലോ ഇന്നത്തെ വിൻസെന്റ്. അന്ന് വക്കച്ചന്റെ കൂടെ ഉണ്ടായിരുന്ന അതേ പുഷ്പം തന്നെയാണ് ഇന്നത്തെ വിൻസെന്റിന്റെ ഭാര്യ ആലിസ്. അത് കണ്ട വിൻസെന്റ് ആ ബൊക്കെ കൊടുത്തത് ആരാണെന്നറിയാൻ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആ ബൊക്കെ കൊണ്ട് കൊടുത്തത് വിവേക് ആണെന്നുള്ള കാര്യം വിൻസെന്റ് കാണുന്നത്. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ വിവേകും ഡിവൈഎസ്പി മോഹൻദാസും ചേർന്ന് SP യാസിനെ കാണാൻ വന്നതായി കാണിക്കുന്നു. അവർ രണ്ടുപേരും ആ കേസിന്റെ അതുവരെയുള്ള റിപ്പോർട്ട് SP യാസിനെ അറിയിക്കുന്നതിനു വേണ്ടിയായിരുന്നു വന്നിരുന്നത്. വിവേക് SP-യോട് പറഞ്ഞു, പുഷ്പം അന്ന് രാത്രി മഠത്തിലുണ്ടായിരുന്നവരിൽ പിന്നീട് ആരും കാണാത്ത ഒരാൾ, ആലിസ് വിൻസെന്റിന്റെ ഭാര്യ ആകുന്നതിന് മുമ്പേ ആരും അറിയാത്ത ഒരാൾ, അതായത് ആ പുഷ്പം തന്നെയാണ് ഇന്നത്തെ ആലിസ്. അന്ന് മഠത്തിൽ നടന്ന മോഷണം പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ മോഷണ വിവരം പുറത്തു പോകാതിരിക്കാൻ അന്നുണ്ടായിരുന്ന SI ആ കേസ് രജിസ്റ്റർ ചെയ്തില്ല. കാരണം അവർക്ക് രേഖയെക്കുറിച്ച് അന്വേഷിക്കാൻ വേറെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതായത് ചന്ദ്രപ്പൻ രേഖയ്ക്കെതിരെ കൊടുത്ത കേസ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ SP യാസിൻ പറയുകയാണ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകെയുള്ളത് രേഖയുടേതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്കെൽറ്റൻ മാത്രമാണ്. എന്നാൽ ആരുടേതാണെന്ന് പൂർണ്ണമായും വ്യക്തമാകാത്ത ഒരു അസ്ഥികൂടം വെച്ച് പോലീസിനോ പ്രോസിക്യൂഷനോ കോടതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ ഇനി ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതായത് ആരാണ് രേഖ എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ സീൻ കട്ടായി ആലിസിനെയും വിൻസെന്റിനെയും കാണിക്കുന്നു. ആലിസ് വിൻസെന്റിനോട് ചോദിച്ചു, വിൻസെന്റ് അവൻ എല്ലാം അറിഞ്ഞുവല്ലേ, അതിനാൽ അവൻ ഇനി വേണ്ട. അങ്ങനെ സീൻ കട്ടായി വിവേക് വന്നുകൊണ്ടിരുന്ന കാറിൽ ഒരു ലോറി വന്നിടിച്ചു കയറുന്നതായി കാണിക്കുന്നു. അങ്ങനെ വിവേകിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആ ഇടിയിൽ വിവേകിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഞ്ചുറി ഉണ്ടായിരുന്നു. വിവേകിനെ പരിശോധിച്ച ഡോക്ടർ സാജൻ വിവേകിന്റെ അച്ഛൻ ഗോപിനാഥിന്റെ അടുത്ത് വന്ന് സ്കാനിംഗ് റിപ്പോർട്ട് ഞാൻ നോക്കി, ഇന്റേണൽ ബ്ലീഡിംഗ് ഒന്നുമില്ല, അതിനാൽ പേടിക്കേണ്ട കാര്യമില്ല, സമാധാനമായിരിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി വിൻസെന്റിനെ കാണാൻ വിൻസെന്റിന്റെ വക്കീൽ ജേക്കബ് വരുന്നതായി കാണിക്കുന്നു. ജേക്കബ് വിൻസെന്റിനോട് പറഞ്ഞു, നമ്മളെ ഏൽപ്പിച്ച ലോറിക്കാരൻ വൃത്തിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ആ വിവേകിന്റെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമായി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ആ ഫ്രാൻസിസ് തടത്തിലിനെ അവർ കണ്ടെത്തി. ഫ്രാൻസിസ് ഇപ്പോൾ പോലീസുകാരുടെ കസ്റ്റഡിയിലാണ്. അയാൾ മാപ്പുസാക്ഷിയാകാമെന്ന് സമ്മതിച്ചെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിവേകിന്റെ കാമുകി ഭാമ രേഖയെക്കുറിച്ച് പത്രത്തിൽ എഴുതിയ ആർട്ടിക്കിൾ കണ്ട് സിനിമാ നടൻ ജഗദീഷ് ഫോൺ ചെയ്യുന്നതായി കാണിക്കുന്നു. അങ്ങനെ ഭാമയും വിവേകും ആക്ടർ ജഗദീഷിനെ കാണാൻ വന്നതായി കാണിക്കുന്നു. ജഗദീഷ് അവരോട് പറഞ്ഞു, വളരെ യാദൃശികമായിട്ടാണ് ഈ ആർട്ടിക്കിൾ എന്റെ കണ്ണിൽപ്പെട്ടത്. അതിലെ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ, അതായത് പ്രത്യേകിച്ച് രേഖ എന്ന പെൺകുട്ടി മമ്മൂട്ടിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് അഭിസംബോധന ചെയ്ത് കത്തുകൾ എഴുതിയിരുന്നു എന്നറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നി. ഞങ്ങൾ മുത്താരംകുന്ന് PO എന്നൊരു സിനിമ ചെയ്തിരുന്നു. മുത്താരംകുന്ന് POയിലും രേഖയെ പോലെ ഒരു പെൺകുട്ടിയുണ്ട്, കടുത്ത മമ്മൂട്ടി ആരാധികയായ ഒരു പെൺകുട്ടി. മമ്മൂട്ടിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയിരുന്ന ഒരു പെൺകുട്ടി. ആ കഥാപാത്രത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന് ഒരു 2-3 പടം ചെയ്തതിനു ശേഷം നാനാവാരികയിൽ എന്നെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അതായത് അധ്യാപനത്തിൽ നിന്നും അഭിനയ രംഗത്തേക്ക് എന്ന തലക്കെട്ടോടുകൂടി. ഒരു പക്ഷേ അത് വായിച്ചിട്ടാകണം 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ രേഖ എന്ന പെൺകുട്ടിയിൽ നിന്നും എനിക്കൊരു കത്ത് വന്നു. അതിൽ പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടന് കഴിഞ്ഞ ലക്കം നാനയിലെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. എനിക്കും എന്റെ അനിയത്തിക്കും ചേട്ടന്റെ തമാശകൾ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്ന സ്നേഹത്തോടെ അനിയത്തി രേഖ പത്രോസ് എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഒരു നടൻ എന്ന രീതിയിൽ എനിക്ക് ആദ്യം കിട്ടിയ കത്തായിരുന്നതിനാൽ തന്നെ അതിന്റെ ആകാംക്ഷയിൽ ഞാനും ആ കത്തിന് ഒരു മറുപടി അയച്ചിരുന്നു. അതിൽ ആ കുട്ടിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതിനാൽ ആ കുട്ടി പിന്നെയും ധാരാളം കത്തുകൾ എനിക്ക് അയക്കാൻ തുടങ്ങി.
അതിൽ നിന്നാണ് മമ്മൂട്ടി ചേട്ടൻ എന്ന് അഭിസംബോധന ചെയ്ത് വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് കത്തുകൾ എഴുതുന്ന വിവരമെല്ലാം ഞാൻ അറിയുന്നത്. പിന്നീട് ഒരിക്കൽ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും സിനിമാ രംഗത്തേക്ക് കടക്കും എന്നും പറഞ്ഞ് ആ കുട്ടി എഴുതിയ കത്ത് കണ്ടപ്പോൾ ഞാൻ തിരിച്ചൊരു കത്തെഴുതി. അഭിനയമോഹം അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല, പക്ഷേ ഇനിയുള്ള കാലത്ത് വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്. ഞാൻ ഒരു അധ്യാപകനായി ജോലിക്ക് കയറിയതിനു ശേഷമാണ് അഭിനയത്തിലേക്ക് കടന്നത്. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുക. സ്നേഹത്തോടെ ജഗദീഷ് എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. എന്നാൽ പിന്നീട് എനിക്ക് ആ കുട്ടിയിൽ നിന്നും കത്തൊന്നും വന്നിട്ടില്ല. ഞാനാണ് മുത്താരംകുന്ന് പിയോയുടെ കഥ എഴുതിയത്. ശ്രീനിവാസൻ ചേട്ടൻ അതിന്റെ തിരക്കഥയും എഴുതി. അങ്ങനെയാണ് മുത്താരംകുന്ന് പിയോയിലെ അമ്മിണിക്കുട്ടി എന്ന നായികയുടെ പിറവി. സിനിമയിലെ അമ്മിണിക്കുട്ടിയുടെ വീട്ടുപേരും എനിക്ക് കത്തെഴുതിയ രേഖയുടെ വീട്ടുപേരും ഒന്നാണ്, KJ ഹൗസ്. ഞാനെന്ന നടന് ആദ്യം കിട്ടിയ ഒരു അപ്രീസിയേഷൻ ആണ് ആ കുട്ടി എഴുതിയ കത്ത്. അതിനാൽ തന്നെ ആ കുട്ടിയുടെ ഫ്രം അഡ്രസ്സിലെ സ്ഥലപ്പേര് ഞാനിപ്പോഴും മറന്നിട്ടില്ല. കന്യാകുമാരിയിൽ നിന്നുമാണ് അവൾ കത്തുകൾ എഴുതിയിരുന്നത്. നിങ്ങൾ ആ വഴിക്കൊന്ന് അന്വേഷിച്ചു നോക്ക്, ചിലപ്പോൾ എന്തെങ്കിലും ഗുണം ചെയ്തേക്കാം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിവേകിന് വളരെയധികം സന്തോഷമായി. എന്തെന്നാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് രേഖയെക്കുറിച്ചുള്ള ഇത്രയും വലിയ ഡീറ്റെയിൽസ് വിവേകിന് കിട്ടുന്നത്. അങ്ങനെ സീൻ കട്ടായി വിവേക് ജഗദീഷ് പറഞ്ഞ ആ അഡ്രസ്സും തപ്പി കന്യാകുമാരിയിൽ വന്നതായി കാണിക്കുന്നു. ജഗദീഷ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു അഡ്രസ് ഉണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന രേഖയുടെ അനിയത്തി ആശയായിരുന്നു. അങ്ങനെ ആശ രേഖയുടെ സിനിമാ മോഹത്തെക്കുറിച്ചും മമ്മൂട്ടിക്ക് കത്തുകൾ എഴുതിയതിനെ കുറിച്ചും എല്ലാം വിവേകിനോട് പറയുന്നു. ഓരോരോ വാരികയിൽ കാണുന്ന അഡ്രസ്സുകളിലേക്കെല്ലാം ചേച്ചി കത്തുകൾ അയക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചേച്ചി അയച്ച ഒരു ലെറ്ററിന് മറുപടി കത്ത് കിട്ടിയത് അച്ഛന്റെ കയ്യിലാണ്. അത് കണ്ട അച്ഛൻ ചേച്ചിയെ ഒത്തിരി വഴക്കു പറയുകയും അടിക്കുകയും എല്ലാം ചെയ്തു. അന്ന് രാത്രിയാണ് ചേച്ചിയെ അവസാനമായി ഞങ്ങൾ കണ്ടത്. ചേച്ചിയെ അന്വേഷിച്ച് അച്ഛൻ കുറെ അധികം അലഞ്ഞു. വർഷങ്ങൾ കഴിയുന്തോറും ഞങ്ങളുടെ പ്രതീക്ഷ കുറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനും അമ്മയും മരിച്ചിട്ടും ഞാൻ ഇവിടം വിട്ടു പോയില്ല. കാരണം ചേച്ചി എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ തന്നെ താമസിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിവേക് തന്റെ കയ്യിലുണ്ടായിരുന്ന രേഖയുടെ കൊലുസെടുത്ത് ആശയുടെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ സീൻ കട്ടായി ഡിവൈഎസ്പി മോഹൻദാസിനെ കാണിക്കുന്നു. മോഹൻദാസ് വിൻസെന്റിന്റെയും ആലിസിന്റെയും മകനായ സഞ്ജുവിനോട് അവന്റെ അച്ഛന്റെ അമ്മയുടെയും എല്ലാ കാര്യങ്ങളും പറയുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സഞ്ജു നേരെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു സത്യം അറിയണം, അമ്മ ആലിസ് ആണോ അതോ പുഷ്പമാണോ? എന്നാൽ അതിനുത്തരം പറയാൻ വിൻസെന്റിനും ആലിസിനും കഴിയുമായിരുന്നില്ല. അതിനാൽ തന്നെ സഞ്ജു ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. സഞ്ജു അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ആലിസ് വിൻസെന്റിനോട് പറഞ്ഞു, വിൻസെന്റ്, നമ്മുടെ നല്ലൊരു യാത്രയായിരുന്നു ഇതുവരെ. എന്നാൽ ഇപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞു. ഇനി പോലീസ് വന്നെന്നെ കൊണ്ടുപോകും. ഇനിയുള്ള എന്റെ ബാക്കി കാലം ജയിലിലായിരിക്കും അല്ലേ? അതിന് വിൻസെന്റ്, ആലിസ്, നിന്നെ ആരും കൊണ്ടുപോകില്ല, ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് വിൻസെന്റ് തന്നെ തന്റെ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. അങ്ങനെ സീൻ കട്ടായി വിവേകും പോലീസുകാരും ചേർന്ന് വിൻസെന്റിനെ അറസ്റ്റ് ചെയ്യാനായി വരുന്നതായി കാണിക്കുന്നു. എങ്ങനെയാണെന്നല്ലേ? അതായത് രേഖയുടെ അനിയത്തി ആശയുടെയും രേഖയുടെയും DNA തമ്മിൽ മാച്ച് ആയിരുന്നു. അങ്ങനെ വിവേക് വിൻസെന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതോടുകൂടി ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ സിനിമ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.